ഹായ് ഗൈസ്, നൗഷാദ് ദുബായ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ കറിയാണ്, അടിപൊളി. അപ്പോൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നേക്ക്. അപ്പം ഒരു ഹാഫ് വെളുത്തുള്ളിയും ഒരു അര ഇഞ്ച് ഇഞ്ചിയും 4 പച്ചമുളകും തക്കാളി ഒക്കെയാണ് ഇതിൻ്റെ അകത്തിട്ട ഉള്ളിയും. ഓക്കെ, ഒരു 6 ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് വെല്ലുള്ളിയും മിക്സാക്കിയിട്ടിട്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് ഫുള്ളായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ മുളക്, ഓക്കെ, പിന്നെ മഞ്ഞൾ മുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി വേവിക്കുക. ഓക്കെ, നല്ലോണം ഒന്ന് വഴറ്റി വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഓക്കെ, ഇഞ്ചി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഉള്ളിയും തക്കാളിയെല്ലാം നല്ല വെന്ത് നല്ല സ്മാഷായതിനു ശേഷം ഒന്ന് സ്മാഷാക്കി നല്ല അടിപൊളിയായതിനു ശേഷം ചെമ്മീൻ ഇടുക. ഓക്കെ, ചെമ്മീൻ മീഡിയം സൈസ് ചെമ്മീനാണ്, കുറച്ച് വലുപ്പമുള്ള ചെമ്മീനാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചെമ്മീനിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ചെമ്മീൻ ഒരു 10-12 മിനിറ്റ് വേണം കേട്ടോ, ഒരു 15 മിനിറ്റ് മാക്സിമം ചെമ്മീൻ വേവിക്കാനൊക്കെ. അപ്പം ചെമ്മീൻ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി വേവിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മൂടി വെക്കുക. ഓക്കെ, മൂടി വെച്ച് വേവിക്കുക കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് പുളിയും ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരുണ്ട പുളി ചെയ്യാം. അപ്പോൾ നല്ലോണം വേവിച്ചതിന് ശേഷം വേവിക്കത് നല്ല ചെമ്മീനാണ്, കുറച്ച് വലുപ്പമുണ്ട്. ചെമ്മീൻ 15 മിനിറ്റാണ് മാക്സിമം വേവിക്കേണ്ടത് കേട്ടോ, അതിലപ്പുറം വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ ചെറുതായി പോകും, ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോറി. അപ്പം നല്ലോണം ഒന്ന് വേവിച്ച് അടിപൊളിയായിട്ട് നല്ല റോസ്റ്റ് പോലെ ആക്കി ഇങ്ങനെ വേവിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. വെള്ളം ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചതിന് ശേഷം നല്ല ഇളക്കി യോജിപ്പിച്ച് മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് പുളി വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അപ്പം പുളി കുറച്ച് പുളി മതി കേട്ടോ. അപ്പം ഒന്ന് റെഡിയാക്കി തിളക്കുന്നവരെ വെച്ച് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഓക്കെ, തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളക്കുന്നുണ്ട്, തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചൊരു കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം അപ്പുറം